ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഉച്ചക്ക് റീഡിംഗ് ഉണ്ടായില്ല, കുറച്ച് തിരക്കിലായി പോയി, അതുകൊണ്ടാണ്. അപ്പോൾ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം, നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തിയുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുള്ള തെറ്റുകളെല്ലാം തിരുത്തിക്കൊണ്ട് നിങ്ങളുടെ സ്നേഹം തേടി ഈ വ്യക്തി വരുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പേഴ്സന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഭാഗത്ത് തന്നെയാണോ തെറ്റ്, അല്ലെങ്കിൽ പുറത്തു നിന്നും ഏതെങ്കിലും ഒരു എനർജി ഉണ്ടോ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ, അതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് എനർജിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇംപേഷ്യൻസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം ഒട്ടും തന്നെ ക്ഷമയില്ലാത്ത രീതിയിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അത് ഒട്ടും തന്നെ ക്ഷമയില്ലാത്തൊരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ക്ഷമയില്ലാത്ത എനർജിയിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. അതെന്തൊക്കെയോ ഒരു സ്വഭാവ രീതി ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടുമുണ്ട്. അത് നമുക്ക് വളരെയധികം ക്ലിയർ കട്ടായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് എന്തോ വേണ്ട എന്ന് വിചാരിച്ച കാര്യമാണ്. ചിലപ്പോൾ അത് തെറ്റായിരിക്കാം, ചിലപ്പോൾ ഈ പേഴ്സന്റെ കണ്ണിൽ അത് ശരിയായിരിക്കാം, പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ അത് തെറ്റായിരിക്കാം. ആ ഒരു സിറ്റുവേഷൻ ഒക്കെയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തി സത്യത്തിൽ ഒരു എടുത്തുചാട്ടത്തിന്റെ പുറത്ത് ചെയ്തു പോയിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങളിൽ അക്ഷമനായിട്ട് നിൽക്കുകയും, അതായത് ഒട്ടും തന്നെ ക്ഷമയില്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതൊരു ദേഷ്യപ്പെടലാകാം, അല്ലെങ്കിൽ എന്താ പറയുക, പെട്ടെന്നുണ്ടായ ഒരു മിസ്ബിഹേവിയർ ആയിരിക്കാം. അതായത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെ വിഷമിപ്പിക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം വിഷമത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള മര്യാദകേടോ അങ്ങനെ എന്തോ ഈ വ്യക്തി കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് ബ്ലോക്ക് ചെയ്ത് പോയ ഒരു സിറ്റുവേഷനും ആയിരിക്കാം. അപ്പോൾ ഇത് നമുക്ക് ക്ലിയർ കട്ടായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെയധികം ഒട്ടും തന്നെ ക്ഷമയില്ലാത്ത രീതിയിലുള്ളൊരു സ്വഭാവ രീതി ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് ഈ പേഴ്സൺ ഒരു വാശിയുടെ പുറത്ത് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ പിന്നീട് ആ ഒരു ആക്ട് നെഗറ്റീവായിട്ട് ഈ റിലേഷൻഷിപ്പിനെ ബാധിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ വളരെയധികം നെഗറ്റീവ് തോട്ട്സ് ആണ്. കാരണം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഭയപ്പെടുന്നുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ ഈ പേഴ്സൺ വളരെ പെട്ടെന്ന് തന്നെ വാശി കൊണ്ട് ചെയ്തു പോയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ അത് പിന്നീട് ദോഷമായിട്ട് വരുമോ, നിങ്ങൾ ഈ പേഴ്സണെ വേണ്ടാന്ന് വെച്ചിട്ട് ദൂരേക്ക് പോകുമോ, ഇങ്ങനെയുള്ള ചിന്തകളാണ് ഈ പേഴ്സണെ നല്ല രീതിയിൽ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് ഉറക്കമില്ലായ്ക, അല്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ, സ്ട്രെസ്സ്, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് ഈ പേഴ്സൺ മനഃപൂർവ്വം വരുത്തി വെച്ചതാണ് ചില കാര്യങ്ങൾ. ചിലപ്പോൾ നിങ്ങൾ വളരെ ഓക്കെ ആയിരിക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്രയും ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കാം, ബിക്കോസ് നിങ്ങൾ ഓക്കെ ആയിരിക്കാം. പക്ഷേ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്രയും അങ്ങോട്ട് ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് ആളെ കൊണ്ട് വരാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജോലി ആയിരിക്കാം, വിദ്യാഭ്യാസമായിരിക്കാം, എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ചുള്ള ചിന്തകളും ഈ വ്യക്തിയെ നല്ല രീതിയിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഒരുപാട് ഈ പേഴ്സണെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, തിങ്സ് ഡിഡിൻറ്റ് ഗോ ദ വേ ഐ പ്ലാൻഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം ആണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു തിരിച്ചടിയായി പോയി എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്, ഈ പേഴ്സൺ വിചാരിക്കുന്നത്. കാരണം ഈ പേഴ്സൺ എന്തോ പോസിറ്റീവ് മനസ്സിൽ വിചാരിച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്, അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ കംപ്ലീറ്റ്ലി നെഗറ്റീവായി മാറി എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഈ പേഴ്സൺ പല കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചെയ്തു, പക്ഷെ അത് നെഗറ്റീവ് ഫലമാണ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്.
പിന്നെ കുറച്ചും കൂടി ഒരു ഇതായിട്ട് നോക്കുകയാണെങ്കിൽ ഈ വ്യക്തി വിചാരിച്ച പോലെ കാര്യങ്ങൾ വരാത്തത് കൊണ്ട് തന്നെ ഈ വ്യക്തി അതിൻ്റെതായിട്ടുള്ള ഒരു ടെൻഷനിലും സ്ട്രെസ്സിലും നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ പേഴ്സൺ നിങ്ങളെ ഒറ്റ വാശിക്ക് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം, നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുണ്ടാകാം. അപ്പോൾ വിചാരിച്ചത് അതോടുകൂടി എല്ലാം സോൾവ് ആകും, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഒരു പോസിറ്റീവായിട്ട് മാറും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ടാകുന്നത്. പക്ഷെ അത് നല്ല രീതിയിൽ തന്നെ നെഗറ്റീവായിട്ടാണ് അത് ബാധിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ എവ്രി ഹറിക്കേൻ കംസ് ടു ആൻ എൻഡ് എന്നാണ്. അതായത് എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും അത് അവസാനിക്കും എന്നുള്ളൊരു വിശ്വാസത്താലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ ഈ പേഴ്സൺ ചെയ്തു, അതിപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ വേറെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെ മാറ്റി നിർത്തുക, ചിലപ്പോൾ നിങ്ങളെ കുറച്ച് നാളത്തേക്കൊന്ന് മാറ്റി നിർത്തുക, ഈ പേഴ്സൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്യുക, ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു പോസിറ്റീവ് ഔട്ട്കം പ്രതീക്ഷിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്നും ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുള്ളത് നെഗറ്റീവായിട്ടുള്ള സാഹചര്യമാണ്. അപ്പോൾ ഇതൊരിക്കലും ഈ പേഴ്സൺ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ ആയി മാറും എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഒരു സമാധാനപരമായിട്ടുള്ള രീതിയിലേക്ക് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആ സമാധാനം പോയ ഒരു അവസ്ഥയായതുകൊണ്ട് ആ സമാധാനം പഴയതുപോലെ കൊണ്ടുവരാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. എന്ത് തന്നെ ആയാലും ഈ പേഴ്സണ് നല്ല രീതിയിലുള്ള ചീറ്റിംഗ് എനർജിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് കൂടെ പഠിക്കുന്നവരായിരിക്കാം, ജോലി ചെയ്യുന്നവരായിരിക്കാം, റിലേറ്റീവ്സ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളെ വളരെയധികം മാറ്റി നിർത്തിയിട്ടുള്ള ആൾക്കാരായിരിക്കാം, അവരുടെ കൂടെ ഈ പേഴ്സൺ നിന്നിട്ടുണ്ടാകാം. അപ്പൊ എന്തൊക്കെയാണെങ്കിലും വിചാരിച്ചതുപോലെ കാര്യങ്ങൾ പോയില്ല. കൂടെ നിന്നവരും മാനിപ്പുലേഷൻ ചെയ്ത ആൾക്കാരും അവരെല്ലാം ദൂരേക്ക് പോയി മറഞ്ഞു, അവരെല്ലാം ദൂരേക്ക് പോയി. ഈ പേഴ്സൺ മാത്രം കുറ്റക്കാരിയായി അല്ലെങ്കിൽ കുറ്റക്കാരനായിട്ട് നിലനിൽക്കുന്നു. ഈ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ നെക്സ്റ്റ് ന്യൂ ബിഗിനിങ്സ് ആണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എത്രയും മനോഹരമായിട്ട് മുന്നോട്ട് പോയ ഒരു കണക്ഷൻ ആയിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിനെ എത്രയോ മനോഹരമായിട്ട് പോയ ഒരു കണക്ഷനാണ്. പക്ഷെ അത് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായ പ്രശ്നങ്ങളിലൂടെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പേഴ്സണായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പ്രശ്നം അത് ഈ പേഴ്സണെ കൊണ്ട് തന്നെ ഈ പേഴ്സൺ തന്നെ മനസ്സിൽ വിചാരിച്ച് മുൻകൈ എടുത്ത് തിരുത്തുവാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ, പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഈ പേഴ്സണായിട്ട് തന്നെ സോൾവ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ തന്നെ വിഷമമുണ്ട്. കാരണം ഇത് നിന്നു പോയതിൽ, ഇത് ഡിസ്കണ്ടിന്യൂ ആയി പോയതിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ നടന്നപ്പോൾ ഈ പേഴ്സൺ അതിനനുസരിച്ച് സ്നേഹം തിരിച്ചു കാണിക്കാതിരുന്നതിന്, നോ കോണ്ടാക്റ്റിൽ പോയതിന്, അല്ലെങ്കിൽ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്ത് പോയതിന്, എന്താണോ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഈ പേഴ്സൺ ചെയ്തിട്ടുള്ളത് ആ ഒരു കാര്യത്തിലേക്ക്, ആ ചെയ്ത കാര്യങ്ങൾ, പ്രവൃത്തികൾ ആലോചിക്കുമ്പം ഈ പേഴ്സൺ എങ്ങനെയെങ്കിലും നിങ്ങളുമായിട്ടൊരു ന്യൂ സ്റ്റാർട്ടപ്പ് തുടങ്ങിയാൽ മതി, പുതിയൊരു തുടക്കം തുടങ്ങി വെക്കാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട് പുതിയ തുടക്കത്തിനെ കുറിച്ചിട്ട്. കാരണം ഭയങ്കരമായിട്ടുള്ള പേടിയാണ്. ഇപ്പം നിങ്ങൾ വേറൊരു എനർജിയിലേക്ക് പോകോ, വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകോ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന് ഇനി ഒരു പുതിയ ഇത്, കാരണം ഈ പേഴ്സൺ വിചാരിച്ചത് നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ എന്നും ഉണ്ടാകും, എന്നും പോകും, റിക്വസ്റ്റ് ചെയ്യും എന്നാണ്. ബട്ട് ആക്ച്വലി ഇറ്റ് വാസ് നോട്ട്. ഈ പേഴ്സന്റെ ആ ഒരു രീതികൾ വെച്ച് നോക്കിയപ്പോൾ കണക്ക് കൂട്ടലുകൾ എല്ലാം തെറ്റിപ്പോയിരിക്കുന്നു. അങ്ങനെയാണ് കാണിക്കുന്നത്. ഓക്കെ, യെസ്, ഇപ്പോൾ ഈ പേഴ്സൺ എന്താ പറയാ, ഒരു ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും മാറിയിട്ട് ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാനായിട്ട്, പല കാര്യങ്ങളിലും ഒരു ഇൻഡിപെൻഡൻറ്റ് എനർജിയിലേക്ക് വരാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കരിയർ പരമായിട്ടും അതുപോലെ മറ്റു പല കാര്യങ്ങളിലൊക്കെ ഈ പേഴ്സൺ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം ചിലപ്പോൾ ഇത്രയും കാലം ഒരു കാര്യത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നടന്നിരുന്നത് കൊണ്ട് തന്നെ, ഒട്ടും മെച്ചുവേർഡ് അല്ലാത്ത രീതിയിൽ, പക്വതയില്ലാത്ത രീതിയിൽ നടന്നിരുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് അതിൻ്റെതായിട്ടുള്ള പോരായ്മകളും നഷ്ടങ്ങളും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, അപ്പോൾ ഇപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, നന്നായിട്ട് പഠിച്ചിരുന്ന വ്യക്തിയാണെങ്കിൽ അത് സാധിക്കാത്ത അവസ്ഥ, ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ഈ പേഴ്സൺ കുറച്ച് ടൈം കൺസ്യൂമിങ് ചെയ്തിട്ട് സമയം കണ്ടെത്തിയിട്ട് അതിലേക്ക് ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട്, കാരണം അവനവന്റെ സ്വന്തം കാര്യവും കൂടെ അതിൻ്റെ ഇടയിൽ സോൾവ് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, കാരണം ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ മനസ്സിനെയും ചിന്തകളെയും നല്ല രീതിയിൽ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പം അത് അവനവൻ്റെ പേഴ്സണൽ ലൈഫിനെയും എല്ലാ തരത്തിലും അത് ബാധിക്കും അല്ലേ. അപ്പം അത് നല്ല രീതിയിൽ തന്നെ പഴയതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, യെസ്, ലവേഴ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ബിക്കോസ് ഇതാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ട്രൂ ലവ്. അതായത് ഈ പേഴ്സൺ ഇത്രയും കാലം കണ്ടെടുത്തോളം ഈ പേഴ്സന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കണ്ടെത്താൻ പറ്റിയിട്ടുള്ളതും എന്താ പറയുക, നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ കൊണ്ട് മാത്രമാണ്. കാരണം ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും ഒരു പോസിറ്റിവിറ്റി കൊണ്ടുപോകാനായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ, അതായത് ഇതിനു മുമ്പത്തെ ജീവിതത്തിൽ ഈ പേഴ്സണ് പറ്റിയിട്ടില്ല, അപ്പോൾ ഒരു പോസിറ്റീവ് വൈബിലേക്ക് വരാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം കൊണ്ട് മാത്രമാണെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടും വളരെയധികം മണ്ടത്തരമായിട്ടും ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അച്ചീവ്മെന്റ് ആണ്. കാരണം നിങ്ങളെ മറ്റൊരു വ്യക്തി, നിങ്ങളുടെ പ്രാധാന്യം മറ്റൊരു വ്യക്തി മനസ്സിലാക്കുന്നു, നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ വന്ന് എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങളുടെ വിജയം തന്നെയാണ്. കാരണം ഇപ്പോൾ ഓക്കെ, അവൻ പോണെങ്കിൽ പോയിക്കോട്ടെ, അല്ലെങ്കിൽ അവൾ പോണെങ്കിൽ പൊക്കോട്ടെ എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് നിൽക്കണമെങ്കിൽ ഒരിക്കലും അവിടെ ഒരു അതിൻ്റെ അർത്ഥം ഈ പേഴ്സണെ യാതൊരു തരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങളെ പിരിയുന്നത് അല്ലെങ്കിൽ നിങ്ങളെ വിട്ടു പോകുന്നത് വളരെയധികം ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് ഈ പേഴ്സൺ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ഈ പേഴ്സൺ ചില സമയങ്ങളിൽ ഇമ്മച്ചുവേർഡ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്, ഒട്ടും പക്വതയില്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. ചിലപ്പോൾ നിങ്ങളെക്കാൾ പ്രായത്തിന് കുറെ അധികം ഇളയതായിരിക്കാം ഈ പേഴ്സൺ, യങ്ങർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം എന്തോ ആയിക്കോട്ടെ, ഏത് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട്. ഒക്കെ എടുത്തുചാട്ടം, പെട്ടെന്ന് ദേഷ്യപ്പെടുക, എടുത്തു ചാടി പറയുക, ക്ഷമയില്ലാത്ത രീതിയിലുള്ള സ്വഭാവം കാണിക്കുക, ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ആർക്കിടെക്ചർ കാണിക്കുന്നുണ്ട്. പിന്നെ ട്യൂസ്ഡേ, കുവൈറ്റ്, വാട്ടർ പ്യൂരിഫിക്കേഷൻ, ലെറ്റർ സി, 16, 23, മെയ് മന്ത്, പൂരിരുട്ടാതി നാള് കിട്ടിയിട്ടുണ്ട്, 222, ചർച്ച്, മഹാരാഷ്ട്ര. ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ചിലപ്പോൾ വീഡിയോ വരുമ്പോൾ കുറച്ച് ലേറ്റ് ആകും, കുറച്ച് ലേറ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്, തിരക്കിലായിരുന്നു. സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.